വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നതിന് മുൻപ് നമ്മുടെ ചാനലിലെ മെജോറിറ്റിയോളം ആളുകൾക്ക് ഉണ്ടായിരുന്ന 5 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടൊപ്പം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് പ്രസ് ചെയ്ത് നോക്കുക. അതിൽ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് ആളുകൾ PCOD ഉള്ളവരും അതുപോലെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ ഉള്ളവരും പ്രഗ്നൻസി ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാലും അത് പീരിയഡ്സിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് അറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഈ ലക്ഷണം ഉണ്ടെങ്കിലേ മാത്രമേ നിങ്ങൾ പ്രഗ്നൻ്റ് ആകൂ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ്, എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തന്നെ ആ പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ് വന്നിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൂടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന പ്രഗ്നൻസി ലക്ഷണത്തിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് തലകറക്കമാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരുമാതിരി തലകറക്കം ഉണ്ടാവാറുണ്ട്. തലകറക്കം ഉണ്ടാകുന്ന സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മളിലെ ബ്ലഡ് വെസൽസ് ഒന്ന് ഡൈല്യൂട്ട് ആകുന്നതാണ്. ഗർഭസ്ഥ ശിശുവിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനകത്തുള്ള രക്തക്കുഴലുകളെല്ലാം ഭയങ്കര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ബ്ലഡ് പ്രഷർ ബ്ലഡിൻ്റെ ഒരു പമ്പിങ് ഭയങ്കരമായിട്ട് നടക്കും. ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തിരിച്ച് നമ്മളിലോട്ടുള്ള ആ ഒരു ഫ്ലോ, തിരിച്ചുണ്ടാകുന്ന ആ ഒരു ഫ്ലോയിൽ കുറച്ചൊന്ന് ഡിലേ വരുമ്പോഴാണ് പലർക്കും പ്രഷറിൽ വേരിയേഷൻസ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വേരിയേഷൻസ് വരുമ്പോഴാണ് പലരും ഫെയിൻ്റ് ആയി പോകുന്നത്. അതായത് തല കറങ്ങുന്നത് പോലുള്ളൊരു സിറ്റുവേഷൻ അവർക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ലെവൽ വേരിയേഷൻ വരുന്നതാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ഷുഗർ ലെവലിൽ വേരിയേഷൻ ഉണ്ടാകാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ്. ചിലർക്ക് പ്രഗ്നൻസി സമയത്ത് ഭയങ്കരമായിട്ട് ഷുഗർ കൂടും, ചില ആളുകൾക്ക് ഷുഗർ ലെവൽ ഭയങ്കരമായിട്ട് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വേരിയേഷൻ നമുക്ക് സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫെയിൻറ്റിങ് അനുഭവപ്പെടാം. അടുത്ത മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ശരീരത്തിൽ ഇൻക്രീസ് ആകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്. നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊജസ്ട്രോണിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരാണെങ്കിൽ, അതായത് ഇപ്പോൾ മെഡിസിൻസ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന മെഡിസിൻ ഉണ്ടാകും, ചിലർ പ്രഗ്നൻ്റ് ആകുമ്പോഴേക്കും വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുന്ന വെക്കുന്ന മെഡിസിൻസ് ഉണ്ടാകും. ഈ മെഡിസിനോട് ഒപ്പം തന്നെ നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് പിന്നെയും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹോർമോൺ കൂടുന്നതും നമ്മൾ വെക്കുന്ന മെഡിസിൻസിൻ്റെ ഭാഗമായിട്ട് രണ്ടും കൂടി ആയിട്ട് വരുമ്പോഴേക്കും പ്രൊജസ്ട്രോണിൻ്റെ ഹൈക്ക് ശരീരത്തിൽ ഒരുപാടുണ്ടാകും. ഇതിൻ്റെ ഒരു മാറ്റവും കൊണ്ട് പ്രൊജസ്ട്രോൺ കൂടുന്നതിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ തലകറക്കം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ തലകറക്കം വെച്ച് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും പ്രഗ്നൻസി ടെസ്റ്റ് കൺഫേം ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. കാരണം പ്രൊജസ്ട്രോൺ മെഡിസിൻ്റെ സസ്റ്റീൻ പോലുള്ള പല മെഡിസിൻ്റെയും സൈഡ് എഫക്റ്റ് ആണ് നമ്മുടെ ഉണ്ടാവുന്ന ഈ തലകറക്കം കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ പൊക്കിളിൽ നീര് വീണ പോലെ വേദന ഉണ്ടാവുക. നമ്മുടെ അടിവയറ് നീര് വീഴുന്നത് പോലുള്ളൊരു വേദന നിങ്ങൾ എല്ലാവരും ഒരു സമയമെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ പെട്ടെന്ന് കുമ്പിട്ട് എന്തെങ്കിലും നിവരുമ്പോഴേക്കും അല്ലെങ്കിൽ ഓടി നടന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് പലർക്കും വയറ് നീര് വീഴുന്നത്. എസ്പെഷ്യലി നമ്മുടെ അടിവയറിൻ്റെ പോർഷൻ നീര് വീഴുന്നത്. പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. കാരണം നമ്മുടെ വയറിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മൾ വയറ് കൊളുത്തി പിടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വയറ് ഭയങ്കരമായിട്ട് നീര് വീണത് പോലെയുള്ള അസ്വസ്ഥതയോ ഉണ്ടാകുന്നു. അത് മാത്രമല്ല പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മളിലെ ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ വയറ് വേദന, ഗ്യാസ് തിങ്ങി നിൽക്കുന്ന അവസ്ഥ തുടർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാതെ നമ്മൾ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് കയറി ഇറങ്ങുന്നു അല്ലെങ്കിൽ അടിച്ചു വാരുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വയറ് നീര് വീണ പോലുള്ള വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് കുറച്ചധികം നേരം നീണ്ടു നിൽക്കുന്ന ഒരു വേദനയായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഒന്ന് റിലാക്സ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഓയിൽമെന്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരീരത്തിന് പുറത്ത് പുരട്ടി കൊടുക്കുക കേട്ടോ. ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഒന്നും ഈ സമയത്ത് നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് കൊടുത്തൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ വേദന നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ജോലികളും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ജോലികളും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ചില ആളുകളുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജോലി മൊത്തം തീർന്നിട്ടേ ഇരിക്കുകയുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു രീതിക്ക് നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ചെയ്യാതിരിക്കുക. അതുപോലെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും അങ്ങനെയുള്ള ഒരു രീതിക്ക് നിങ്ങൾ ജോലികൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ബോഡിക്ക് റെസ്റ്റ് കിട്ടാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. ആ കാര്യം നിങ്ങൾ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം.
മൂന്നാമതായിട്ടൊരു പ്രഗ്നൻസി ലക്ഷണമാണ് നമ്മുടെ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയ ബ്രൗൺ നിറത്തിൽ നിന്നും ബ്ലാക്കിലോട്ട് മാറുക. നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും ഫീഡ് ചെയ്യുന്ന സമയത്തുമൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ബ്രസ്റ്റ് നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു പോർഷൻ വരുന്നത് ബ്രൗൺ കളറിൽ നിന്നും ബ്ലാക്കിലോട്ടാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്കത് ബ്ലാക്ക് ആവും. ഏർലി സ്റ്റേജിൽ തന്നെ വളരെ എളുപ്പത്തിൽ പല സ്ത്രീകളിലും ഇത് ബ്രൗണിൽ നിന്ന് ബ്ലാക്ക് ആവുന്നത് ഭയങ്കരമായിട്ടും വിസിബിൾ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ആയിരിക്കും, പിന്നെ അതൊന്നും കൂടി കട്ടിയാകും, പിന്നെ അത് അതിനേക്കാളും കട്ടിയായിട്ട് നല്ല ഡാർക്ക് കളറിലോട്ടാണ് ഫോം ചെയ്യുന്നത്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും വയറിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്ന മറ്റൊരു ശരീരഭാഗമാണ് നമ്മുടെ ബ്രസ്റ്റ്. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആകുന്നത് കൊണ്ടും ശരീരത്തിലുണ്ടാകുന്ന മറ്റു പല ഹോർമോൺ ചേഞ്ചസും കൊണ്ടുമാണ് ഇങ്ങനെയുള്ളൊരു മാറ്റം ബ്രസ്റ്റിൽ പെട്ടെന്ന് തന്നെ വിസിബിൾ ആവുന്നത്. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഹൈക്ക് കൊണ്ടും ശരീരത്തിന്റെ പല അവയവങ്ങളിലും നിറത്തിനും വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ മുഖത്ത് പാടുകൾ വരിക, കണ്ണിന് താഴെ പാടുകൾ വരിക, കഴുത്തിന് ചുറ്റും പാടുകൾ വരിക, ഇങ്ങനെ പല മാറ്റങ്ങളും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന അവസരങ്ങളിൽ നമുക്ക് ഉണ്ടാകാറുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു ലക്ഷണം പലർക്കും ഫീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് തിരിച്ച് ബ്രൗൺ കളറിലോട്ട് മാറുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ബ്രൗൺ കളറിലോട്ട് ചേഞ്ചസ് ഉണ്ടാകും. അത് ഏകദേശം നമ്മുടെ ആ ഒരു ഹോർമോൺസിന്റെ ലെവലൊക്കെ ഒന്ന് കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ആ ബ്രൗൺ കളർ നിങ്ങൾക്ക് നല്ല വലിപ്പം വെച്ച് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അതായത് നമ്മൾ പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് നമ്മുടെ നിപ്പിളിന് ചുറ്റുമുള്ള പോർഷന് ഒരു ചെറിയൊരു കളറായിരിക്കും ആ ബ്രൗൺ കളർ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് ആ ബ്രൗൺ കളർ വലുതാവാനായിട്ട് തുടങ്ങും. ബ്രസ്റ്റിന്റെ സൈസ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ചിട്ട്, സ്കിൻ വലുതാവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആ നിപ്പിളിന് ചുറ്റുമുള്ള പോർഷനും വലുതാവുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു മാറ്റം സംഭവിക്കുന്നത് കേട്ടോ. അടുത്ത പ്രഗ്നൻസി ലക്ഷണം നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ മോണയിലാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് മോണയിലും സുപ്രധാനമായിട്ടുള്ള പല മാറ്റങ്ങളും കണ്ടുവരുന്നുണ്ട്. നമുക്ക് മോണയിൽ നീര് വെക്കുക, വേദന ഉണ്ടാവുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ നമുക്കുണ്ടാകും. ഓൾറെഡി നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പല്ലിന് കേടോ അസ്വസ്ഥതയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് തന്നെ ആ അസ്വസ്ഥത മാറ്റാനായിട്ട് നോക്കുക. പ്രഗ്നൻസി സമയത്ത് അതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടാനേ ചാൻസ് ഉള്ളൂ. പ്രഗ്നൻസി സമയത്ത് അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് പല്ല് പറിക്കേണ്ട സിറ്റുവേഷൻസോ അല്ലെങ്കിൽ റൂട്ട് കനാലിന് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അനസ്തേഷ്യ തരേണ്ട സിറ്റുവേഷനോ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് പല ഡോക്ടേഴ്സും അത് റെക്കമെൻഡ് ചെയ്യാറില്ല. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ചിട്ടാണ് അനസ്തേഷ്യ വേണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ ഹോർമോൺസിൽ ഉണ്ടാകുന്ന പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുമൊക്കെയാണ് പലർക്കും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ പലർക്കും ആ ഒരു ഇനാമൽ കോട്ടിങ്ങിലൊക്കെ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ആ പ്രഗ്നൻസി ലക്ഷണം നമുക്ക് വന്നു കഴിഞ്ഞാലും പുറത്തുനിന്ന് പെയിൻ കില്ലേഴ്സ് നിങ്ങൾ ഒരുപാട് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി ഒരു ഡെന്റിസ്റ്റിനെ കാണുക. ശേഷം നിങ്ങൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവരോട് പറയാം കേട്ടോ. കാരണം അങ്ങനെ അല്ലാതെ നമ്മൾ ഒരുപാട് പെയിൻ കില്ലേഴ്സ് ആ സമയത്ത് എടുക്കാനായിട്ട് പാടില്ല. നമ്മുടെ ഭ്രൂണം വളർന്നു തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആ സമയത്ത് ഒരുപാട് പെയിൻ കില്ലേഴ്സ്, അതായത് നമ്മൾ മോണവേദനയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 3 തവണയെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഒട്ടും നമ്മുടെ ഗർഭസ്ഥ ശിശുവിനും നല്ലതല്ല, നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ ഡോക്ടറെ കണ്ട് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ബോധിപ്പിച്ചതിന് ശേഷം നിങ്ങൾ മെഡിസിൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സിറ്റുവേഷനിലാണ്. ഇത് നമ്മൾ കസേരയിൽ ഇരിക്കുന്ന സിറ്റുവേഷനേക്കാളും കൂടുതൽ നമ്മൾ നിലത്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. ഇരുന്നിട്ട് നമ്മൾ നിലത്തിരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേക്കുന്ന സമയത്ത് ഒരു വലിച്ചില് പോലെ അല്ലെങ്കിൽ ഒരു പെടച്ചില് പോലെ നമുക്ക് വയറ്റിൽ അനുഭവപ്പെടുന്നത് ഉണ്ട്. സാധാരണയായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ യൂട്രസിനകത്ത് യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുകയാണ്. ഗർഭസ്ഥ ശിശുവിനെ ശരീരം അഫോർഡ് ചെയ്ത് തുടങ്ങുകയാണ്. ഈ സമയത്ത് പല മാറ്റങ്ങളും ശരീരത്തിനകത്ത് സംഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ ലോവർ അബ്ഡമന് നമ്മൾ പ്രഷർ കൊടുക്കുന്ന രീതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റ് ഒരു വേദന എന്ന രീതിക്ക് നമുക്ക് പുറത്ത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സമയത്തൊന്ന് ചിന്തിച്ച് നോക്കുക. നിലത്തിരുന്നിട്ട് നമ്മൾ എഴുന്നേക്കുമ്പോഴേക്കും കൈകുത്തി നമ്മൾ എഴുന്നേക്കുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വെറുതെ ആയിട്ട് എഴുന്നേറ്റാൽ കൂടി തന്നെ പ്രഷർ ഏറ്റവും അധികം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ അടിവയറിന്റെ പോർഷനിലാണ്. അരയ്ക്ക് കീഴ്പോട്ടുള്ള പോർഷനിലാണ് പ്രഷർ കൂടുതലായിട്ട് വരുന്നത്. ഇത് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പലർക്കും കുറച്ച് നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു വലിച്ചിലോ അല്ലെങ്കിൽ ഒരു പെടച്ചിലോ ആ ഒരു ഭാഗത്ത് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം നിങ്ങൾ ഇരുന്നിട്ടൊന്നും എഴുന്നേക്കണ്ട. തണുപ്പുള്ള സർഫേസിൽ ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നീർക്കെട്ട് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ. പക്ഷെ സഡൻ ആയിട്ട് ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും എക്സ്പെക്ടഡ് പീരിയഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് 5 ദിവസത്തിനെങ്കിലും ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. രാവിലത്തെ യൂറിനിലായിരിക്കും ഹോർമോണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത്. ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.